ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചിക്കൻ പക്കോടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കോട എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുവേണ്ടി ഇതുപോലെ ചെറുതായി കട്ടാക്കിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ടോ. ഇനി ഇതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി കാശ്മീരി മുളകായത് കൊണ്ട് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഇനി ഇതിലോട്ടേക്ക് സുർക്ക വേണം, 2 ടീസ്പൂണ് സുർക്ക ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ അത് ശരിക്കും അങ്ങ് പിടിക്കത്തില്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റി കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റോളം അടച്ച് മാറ്റി വെക്കുകയാണ്. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ സവാള ചെറുതാക്കി കട്ടാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മല്ലിയില ആവശ്യത്തിന് ഒരു 2 പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എത്ര ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. പിന്നെ നമ്മൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ കടലപ്പൊടി ഒരു 6-7 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എത്രത്തോളം ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ അരിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. വെള്ളം എത്ര വേണമെന്നില്ല, കുറച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ട പാകത്തിൽ വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്കിങ്ങനെ മിക്സാക്കിയ ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റോളം വീണ്ടും വെച്ചിട്ടുണ്ട്. അതൊന്ന് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം അഥവാ കുറച്ച് ലൂസായി എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. നല്ല ചൂടോട് കൂടിയിട്ട് നമ്മൾ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വിട്ടു പോരുത് കേട്ടോ. ഒരു പക്കോടൊക്കെ നമ്മൾ ചൂടോട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റില്ല, അതേപോലെ ചിക്കനും കൂടി ചേർത്തിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്തായാലും ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും ഒരു ഡൗട്ടും വേണ്ട. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.